സോ നെക്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്നിട്ട് എന്തൊക്കെ പണികളാണ് കിട്ടിയത്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത്. 4:30 രാവിലെ ഫ്ലൈറ്റ്, 19-ാം തീയതി. ട്രിവാൻഡ്രം ടു ദുബായ്, ദുബായ് ടു ഹോച്ചിമിൻ ആയിരുന്നു. ദുബായ് എയർപോർട്ട് ഞാൻ മുമ്പ് പോയിട്ടില്ല. ദുബായ് എയർപോർട്ട് ഭയങ്കര വലുതാണെന്ന് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടുത്തെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ എനിക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമോ, ഗേറ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കസിനൊക്കെ എനിക്ക് ദുബായ് എയർപോർട്ടിൻ്റെ മാപ്പൊക്കെ അയച്ചു തന്നു ഞാൻ വരുന്നതിന് മുമ്പ്. സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടെർമിനൽ 3 തന്നെയായിരുന്നു ലാൻഡ് ചെയ്യുന്നതും അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും. സോ ടെർമിനൽ 3 എനിക്ക് എങ്ങോട്ടും പോകണ്ടെന്ന് എനിക്ക് ഫ്ലൈറ്റിന് മുമ്പ് തന്നെ മാമൻ പറഞ്ഞു. അപ്പം ആ ഒരു ടെൻഷനും കുറഞ്ഞു. ദുബായ് എയർപോർട്ടിൽ എത്താനുള്ള ടെൻഷൻ കുറഞ്ഞു. അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ കുറച്ച് കൂളായിരുന്നു ആദ്യം എയർപോർട്ടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്യല്ലേ ചെയ്യുന്നത്. ചെക്ക് ഇൻ കൗണ്ടറിന് മുമ്പ് തന്നെ എയർപോർട്ട് സ്റ്റാഫാണോ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫാണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. വരുന്നവരെ എല്ലാവരെയും ഡോക്യുമെൻറ്റ്സ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റ്സും ഓൾറെഡി ഞാൻ ഒരു ഫയലിൽ മെസ്സി ആവാതെ ഭയങ്കര സ്റ്റഡി ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീസ വിയറ്റ്നാമിൽ വന്നാലേ സ്റ്റാമ്പ് ചെയ്യത്തുള്ളൂ. അതിന് പകരം നമുക്കൊരു ലെറ്റർ തരും. ആ ഒരു ലെറ്റർ വിയറ്റ്നാമിൽ കാണിച്ചാലാണ് അത് വീസയ്ക്ക് ഇക്വലൻ്റ് ആണ്. അപ്പം ആ ഒരു ലെറ്റർ ആയിരുന്നു ഞാൻ ഫസ്റ്റ് വെച്ചിരുന്നത്. ഓക്കെ, അവരത് നോക്കി. അപ്പം ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, വിയറ്റ്നാമിൽ വിസിറ്റിംഗ് വിസയിലാണോ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അല്ല, ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് പോകുന്നത്. അപ്പോൾ ചോദിച്ചു ഓക്കെ അവിടെ ആരൊക്കെയുണ്ട്, അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവരൊന്ന് അകത്ത് കൊണ്ടുപോയി പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ചെക്കിൻ്റെ അവിടോട്ടൊന്നും എന്നെ വിട്ടില്ല. അതിന് മുമ്പ് കുറച്ച് എയർപോർട്ട് സ്റ്റാഫ് നിന്നിട്ടാണ് ഇതൊക്കെ നോക്കുന്നത്. എൻ്റെ അടുത്ത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം ഇത് ഡിപ്പെൻഡൻറ്റ് വിസയാണോ വിസിറ്റിംഗ് വിസയാണോ? ഞാൻ പറഞ്ഞ് ഡിപ്പെൻഡൻറ്റ് വിസയാണ്. അപ്പോൾ ഞാൻ ഓക്കെ മാം, കുഴപ്പമൊന്നുമില്ല. മാമിന് ഒരു ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എടുക്കണം, അതേ ഉള്ളൂ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. അത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ കൗണ്ടർ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. മാം അത് ചെയ്തിട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, ഇങ്ങനൊരു സംഭവം നേരത്തെ കേട്ടില്ലല്ലോ. നമ്മൾ വിയറ്റ്നാമിലെ ഏജൻറ്റാണ് എല്ലാം ശരിയാക്കിയത്. അപ്പം ഏജൻറ്റുമാർക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഞാനും ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാനും ഓൺലൈനിൽ നോക്കി. എമിറേറ്റ്സിൻ്റെ ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമൊക്കെ നോക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അവർ പിന്നെയും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാം സോറി, മാമിൻ്റെ ഈ ഒരു വീസ, അതായത് ആ ഒരു ലെറ്റർ വിസയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് വിസിറ്റിംഗ് വിസയുടെ ആണ്, ഡിപ്പെൻഡൻറ്റ് വിസയുടെ അല്ല. അപ്പം മാം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, വിയറ്റ്നാമിൽ നിന്ന് ട്രിവാൻഡ്രം വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുക്കണം, എന്നാലേ മാമിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം വിയറ്റ്നാമിൽ വിസിറ്റിംഗ് വിസ അവർ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് വിയറ്റ്നാമിൽ വിസിറ്റിംഗ് വിസ കൊടുക്കുന്നില്ല, ഇത് വിസിറ്റിംഗ് വിസ അല്ല, ഡിപ്പെൻഡൻറ്റ് വിസയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത് ഡിപ്പെൻഡൻറ്റ് വിസയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാറ്റ് അപ്പോഴേ പോയി കേട്ടോ. മാമിന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഈ ഒരു കാര്യം പറയുന്നത് അവരെന്നെ കുറച്ച് നേരം ആദ്യത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ. അപ്പം അപ്പോഴേക്ക് 1 മണിയായിരുന്നു. അപ്പം ഈ ഒരു കാര്യം അവരെൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു 1:30 എന്തോ ആയി. 1:30ക്കാണ് അവരിത് വന്നിട്ട് പറഞ്ഞത്. അപ്പം തന്നെ എൻ്റെ കാറ്റ് പോയി. ഇവർ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്കും ഇവിടെ വിയറ്റ്നാമിൽ അപ്പം എത്ര മണിയാണ്? അപ്പം ഇവിടെ ഫ്രണ്ടിലോട്ടാണ് 1.5 മണിക്കൂർ. ഓക്കെ, അപ്പം 1:30 2:30 ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭാഗ്യത്തിന് ഓണം ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പം അവർ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു കേട്ടോ ആദ്യത്തെ 1 അവർ. അപ്പം എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് അവർ പറഞ്ഞത് മറ്റേ ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം വേണം എന്നാണ്. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയക്കുവാണ്, എനിക്ക് ഇപ്പോഴും വിചാരിച്ചില്ല ഞാൻ എത്ര നേരത്തെ എയർപോർട്ടിൽ എത്തുന്നു. അപ്പം അല്ലാന്നൊക്കെ വെച്ച് ലാസ്റ്റ് ഹസ്ബൻഡ് എണീറ്റു. അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് പുള്ളിയും ഭയങ്കര ടെൻസ്ഡായി കേട്ടോ. സാധാരണ നമ്മൾ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് തരുന്ന ഏജൻസി നമുക്കൊരു ഡമ്മി ടിക്കറ്റ് എടുത്ത് തരാറുണ്ട്. വിസിറ്റിംഗ് വിസയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളങ്ങനെ ഓൾറെഡി പോകുമ്പോഴേ റിട്ടേൺ ടിക്കറ്റ് കാണിക്കാറുണ്ട്. അത് ഡമ്മി ടിക്കറ്റ് ആയിരിക്കും, നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. അത് നമുക്ക്
ഡമ്മി ആണെങ്കിൽ ഏജൻസിക്ക് അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിപ്പോൾ പാതിരാത്രിയാണ് വിയറ്റ്നാമിൽ, എനിക്ക് തോന്നുന്നു അപ്പം 2 or 3 അങ്ങനെ എന്തോ സമയമാണ്, ഏർലി മോർണിംഗ് ആണ്. അപ്പം നമുക്കെല്ലാം ശരിയാക്കി തന്ന ഏജൻറ്റിൻ്റെ അടുത്തും പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഭയങ്കര ടെൻസ്ഡായി. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ്. എമിറേറ്റ്സിൻ്റെ സ്റ്റാഫാണോ എയർപോർട്ട് സ്റ്റാഫാണോ എനിക്കറിയില്ല. അവരെപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മാഡം ടെൻഷൻ അടിക്കണ്ട, മാഡത്തിന് റിട്ടേൺ ടിക്കറ്റ് എടുത്താൽ മതി, പോവാന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. ആകെപ്പാടെ ഒരു കൊളം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, രാമൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് പിങ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി എന്ന് അവൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ദെർ ഈസ് സമ്മൺ ടു കോൾ എന്നൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അവനെ എനിക്ക് വിളിക്കാം, കാരണം അവനവിടെ പാതിരാത്രിയല്ല സമയം, അവൻ അരിസോണയിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഏട്ടായി ഫസ്റ്റ് എണീറ്റിട്ടുണ്ടായിരുന്നില്ലല്ലോ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ. അവന് മെസ്സേജ് അയച്ചു, ഇങ്ങനെ റിട്ടേൺ ടിക്കറ്റൊക്കെ വേണമെന്നാണ് പറയുന്നത്, എനിക്കൊരു ടിക്കറ്റ് നോക്കി തരുമോ. എനിക്കിപ്പോൾ ടെൻഷൻ എടുത്തിട്ടുണ്ടല്ലോ, ടിക്കറ്റൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി, പക്ഷെ ഒരു ടിക്കറ്റും കാണിക്കുന്നില്ല. അത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ട് ഗൂഗിളിൽ നമ്മൾ ഒരു ഡേറ്റ് ഇട്ടിട്ട്, ഇപ്പം ഫെബ്രുവരി ഒക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റ് നോക്കി ഒരു ഫ്ലൈറ്റും കാണിക്കാറില്ല. അപ്പം ആ ഒരു ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ അത് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പം രാമനെ നോക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ നോക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് നോക്കുന്നത്. രാമൻ്റെ അടുത്ത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു റിട്ടേൺ ടിക്കറ്റ് നോക്ക്. ഞാൻ പുറത്ത് അമ്മയും അച്ഛനും മാമനും ഉണ്ടായിരുന്നു. അവരും അപ്പോൾ ഉണർന്നിരുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് തന്ന ആൾക്കാരാണ്. എൻ്റെ അനിയൻ രാമൻ, പിന്നെ ഹസ്ബൻഡ്, മാമൻ, അമ്മ, അച്ഛൻ. അപ്പം ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു എനിക്ക്. ഫൈനലി മാമൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എമിറേറ്റ്സിൻ്റെ ഓഫീസ് ഉണ്ടാകത്ത്, അവരുടെ അടുത്ത് പോയി ചോദിക്കുക ടിക്കറ്റ് തരാൻ പറ്റുമോയെന്ന്. മാമനൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ട് അറിയാം. ഞാൻ ഫസ്റ്റാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ അധികം അങ്ങനെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് ആകപ്പാടെ എയർപോർട്ട് സ്റ്റാഫ് പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റൂ. എനിക്ക് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല. ഓക്കെ, ഫൈനലി 2:15 ഫ്ലൈറ്റ് 3:30 അപ്പോൾ എയർപോർട്ട് സ്റ്റാഫ് ഇടയ്ക്ക് വന്നിട്ട് പറയാണ്, മാഡം 3:30 വരെ ഉള്ളൂ ചെക്ക് ഇൻ, അതിനു മുമ്പ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. അതുകൂടെ കേട്ടപ്പം ഇപ്പം തന്നെ എനിക്ക് ആലോചിച്ചിട്ട് അയ്യോ എങ്ങനെയാണ് ഒന്നും പറയാൻ വയ്യ. ഒത്തിരി ടെൻഷൻ അടിച്ചു. അപ്പം പുറത്ത് എനിക്ക് പറയാനും വയ്യ, അവരും ടെൻഷൻ അടിക്കില്ലേ. എന്നാലും ഞാൻ പറയും കേട്ടോ, ഞാൻ പറയാതൊന്നും ഇരുന്നില്ല. കാരണം മാമൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ മാമനൊക്കെ ഒരു വട്ടം ട്രാവൽ ചെയ്തുകൊണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈനലി രാമൻ എനിക്ക് കുറേ ടിക്കറ്റ് അയച്ചു തന്നു. ഹസ്ബൻഡിന് ഞാൻ അത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് നോക്കിയിട്ട് ഹസ്ബൻഡ് ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് യാത്ര ആപ്പിൽ ബുക്ക് ചെയ്തു. ടിക്കറ്റ് അയച്ചു, ഏട്ടായി ടിക്കറ്റ് അയച്ചു. ഞാൻ ഓടി അവരെ കൊണ്ടുപോയി കാണിച്ചു. അവരൊക്കെ പറഞ്ഞു, ഓക്കെ ശരി ഇത് മതി പൊക്കോന്ന് പറഞ്ഞു. അതിൻ്റെ സാധാരണ നമ്മൾ ടിക്കറ്റിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം സോഫ്റ്റ് കോപ്പി മതിയായിരുന്നു, മൊബൈലിൽ ടിക്കറ്റ് കാണിച്ചാൽ മതിയായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ചെക്ക് കൗണ്ടറിൽ ഞാൻ ഇതുവരെ പോയില്ല കേട്ടോ. അപ്പം 2:30 ആയപ്പോഴത്തേക്കും ശരിയായി. 3:30 വരെ ഉള്ളൂ ചെക്കിൻ. ഞാൻ ഓടി, അവിടെ ഓൾറെഡി കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ചെക്കിനിൽ. രാമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ശരിയായി, ഇനി നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അടുത്ത ക്യൂ ചെക്കിനിലാണ്, അവിടെ ഓൾറെഡി ക്യൂ ഉണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ചെക്കിൻ ചെയ്തതാണ്, എന്നെ കുറച്ച് ക്യൂവിലെടുത്ത് നിൽക്കണേ. ഓൺലൈൻ ചെക്കിങ്ങിന് വേറെ ക്യൂ ഉണ്ട്. അപ്പം അവിടെയും പക്ഷെ 2 ക്യൂവിൽ ഏകദേശം ഒരേ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ 2 പേരുണ്ടായിരുന്നു, 2-3 പേരുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന ആളിൻ്റെ ലഗേജ് കുറേ ലഗേജായിട്ടാണ് ആൾ വന്നത്. ഓക്കെ, ആ ഫ്ലൈറ്റ് ദുബായിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരായിരുന്നു ആ ഫ്ലൈറ്റിൽ പോകാനുള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഏട്ടായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുബായിലോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ ഒത്തിരി ആൾക്കാർ കാണുമെന്ന്. അതുപോലെ തന്നെയായിരുന്നു. പുള്ളി കുറേ ലഗേജുമായിട്ട് ആ ചെക്കിൻ കൗണ്ടറിൽ അങ്ങ് നിൽക്കുവാണ്. ഞാൻ നോക്കുന്നത്, ദൈവമേ ഇയാൾ എന്താണ് മാറാത്തത്. പിന്നെ പുള്ളി മാറാൻ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തു. അത്രയും നേരം ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക, ഇയാളെ നോക്കുന്നുണ്ട്, ഇയാൾ എന്താ മാറാത്ത. കുറേ പാസഞ്ചേഴ്സ് ചെക്കിൻ ചെയ്യാനുണ്ട്. അപ്പം ഓൾറെഡി ആ ചെക്കിനിൽ ഇരിക്കുന്ന സ്റ്റാഫിന് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ പുള്ളി എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും പറയുവാണ്, വേറെ ആൾക്കാർ വരാൻ പറയും, ഇത്രയും ആൾക്കാർ ചെക്കിൻ ചെയ്യാനുണ്ട് എന്നൊക്കെ. പുള്ളിയും ടെൻഷനിലാണ്. അപ്പം ഞാൻ വന്നു. അത് അടുത്ത പ്രശ്നം, ചെക്കിനിലായിരുന്നു കേട്ടോ അടുത്ത പണി കിട്ടിയത്. സാധാരണ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് എന്ന് പറയുന്നത് 30 kg നമുക്ക് ചെക്കിനിലിടാം. അതായത് നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റില്ല, ഫ്ലൈറ്റിൻ്റെ ലഗേജൊക്കെ വെക്കുന്നിടത്തോട്ട് ഇടാം, നമ്മുടെ വലിയ പെട്ടി. ഓക്കെ, അത് എടുത്ത് വെച്ചു. എന്നിട്ട് സാധാരണ രീതിയിൽ ഞാൻ ഇതുവരെ പോയപ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് ബാഗും കൊണ്ടുപോകാം,
പിന്നെ ഹാൻഡ് ലഗേജ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പെട്ടി, അതിൽ 7 കിലോ കൊണ്ടുപോകാം. പിന്നെ നമ്മളെ സൈഡ് ബാഗില്ലേ, ഹാൻഡ് ബാഗ്, അതും കൊണ്ടുപോകാം. അപ്പം സാധാരണ രീതിയിൽ ഇത്രയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ ഈ ഫ്ലൈറ്റിൽ എന്താണെന്നറിയില്ല, അവരെൻ്റെ ലാപ്ടോപ്പ് ബാഗ് കണ്ടുടങ്ങിയ പറഞ്ഞു. ലാപ്ടോപ്പ് ബാഗും കണ്ടു, വലിയ പെട്ടി ചെക്കിനിലിട്ടു. ഓക്കെ, ഇനിയുള്ളത് എൻ്റെ ലാപ്ടോപ്പ് ബാഗും ആ ചെറിയ ഹാൻഡ് ബാഗേജുമാണ്. 7 kg പെട്ടിയാണുള്ളത്. അത് കണ്ടിട്ട് അവർ പറഞ്ഞു രണ്ടും കൂടി 7 kg ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ ലാപ്ടോപ്പ് ബാഗ് മെഷർ ചെയ്യാറില്ലല്ലോ, ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, ഇതുവരെ ഞാൻ പോയപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. അവർ പറഞ്ഞു പറ്റത്തില്ല, ഒന്നെങ്കിൽ ലാപ്ടോപ്പ് ബാഗ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റേ പെട്ടിയില്ലേ അതിൽ നിന്ന് കുറേ സാധനം എടുത്ത് മാറ്റാൻ പറഞ്ഞു. അയ്യോ, സാധനം പെട്ടിയിൽ നിന്ന് മാറ്റാന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പയ്യെ ഇരുന്ന് ചെയ്യാം. പിന്നെ 3 മണിയായി, 3:30 വരെ അല്ലേ ഉള്ളൂ ചെക്കിൻ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ നിന്ന് മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഓടി, അയ്യോ അത് ക്യൂന്ന് മാറി ഒരു സൈഡിൽ പോയിരുന്ന് തറയിലിരുന്ന് പെട്ടി തുറന്ന് നമ്പറിലൊക്കെ കഴിച്ച് തുറന്ന്, പിന്നെ ചെറിയൊരു ബാഗിൽ ഞാൻ ക്വാറന്റൈൻ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ക്വാറന്റൈൻ ഇടാനുള്ള ഡ്രസ്സായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എന്തായാലും എനിക്കറിയാം 14 ദിവസം ചുമ്മാ ഇരിക്കണം. അപ്പോൾ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വായിക്കാൻ. ബുക്ക് മാറ്റി, ചെറിയൊരു ബുക്കായിരുന്നു, ചെറിയൊരു നോവൽ, അത് മാറ്റാന്ന് പറയുന്നത് തറയിലങ്ങ് ഇടുവാണ്. എല്ലായിടത്തും തറയിലിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ എന്തൊക്കെയോ ഒരു ബെൽറ്റൊക്കെ കിടക്കുന്നത്. അപ്പം എയർപോർട്ട് സ്റ്റാഫ് വന്ന് ചോദിക്കുന്നത് ഇത് മാഡത്തിൻ്റെ ആണോ എന്നൊക്കെ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ അല്ല. അങ്ങനെ കുറേ നല്ല രീതിയിൽ പിന്നെയും ടെൻഷൻ അടിച്ചു. എന്നിട്ട് ഞാൻ അമ്മയടുത്ത് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു വേഗം വാ, കുറേ സാധനം തരാനുണ്ട്, ബ്ലാ ബ്ലാ ബ്ലാ. എന്നിട്ട് ഞാൻ ഓടിപ്പോയിട്ട് എല്ലാം കൊടുത്തു, അവരൊന്ന് മേടിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ ചെറിയ പെട്ടിയിൽ പിന്നെ ഒന്നും ഇല്ല. അപ്പോഴത്തേക്കും രണ്ടും കൂടി വെയിറ്റ് എടുത്തപ്പം അവർ പറഞ്ഞു പിന്നെയും കുറച്ച് എന്തോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഓക്കെ ഇത് എക്സ്ട്രാ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എന്ത് ചെയ്യുന്നു ചോദിച്ചു, ചെക്കിൻ്റെ ഇരുന്ന ആൾ. അപ്പം നേരത്തെ എൻ്റെ കൂടെ സംസാരിച്ച സ്റ്റാഫില്ലേ, ആ സ്റ്റാഫ് വന്നിട്ട് ചെക്കിന് ഇരുന്ന സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഫ്ലൈറ്റിലിരുന്നോ അല്ലെങ്കിൽ ദുബൈയിൽ എത്തുമ്പോഴോ കൊടുത്താൽ മതി, ആളെ വിട്ടോന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഓടി അടുത്ത ഇമിഗ്രേഷനിൽ. അവിടെ പ്രശ്നമൊന്നും അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. കേരള ദുബൈ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒത്തിരി ആളായിരുന്നു. ഞാൻ ഇത്ര ആളിനെ ഒന്നും മുമ്പ് ട്രാവൽ ചെയ്തിട്ട്, ചൈനയിലോട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളൂ, അതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർക്ക്, എനിക്കൊന്ന് കൊറോണ ആയതുകൊണ്ട് കുറേ റൂൾസൊക്കെ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഓരോരോ പണി ഇട്ടിട്ട് ഇങ്ങനെ ഓരോ സൈഡിലൊക്കെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ആൻഡ് എമിഗ്രേഷൻ അവിടെ കഴിഞ്ഞു, പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞു. ആൻഡ് എനിക്കൊന്ന് ഞാനാണ് ആ ഗേറ്റിൽ അവസാനം എത്തിയത്. ആൻഡ് ട്രിവാൻഡ്രത്ത് എങ്ങനെയെങ്കിലും ഓടി കുറച്ച് നേരം ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ചെയ്തു. ദുബൈയിലെത്തിയപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. കാരണം ട്രിവാൻഡ്രത്ത് എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ദുബൈയിൽ പോയി ആദ്യം വൈഫൈ നോക്കി, വീട്ടിൽ മെസ്സേജ് അയച്ചു, എല്ലാവർക്കും ഹെഡായിട്ടൊക്കെ മെസ്സേജ് അയച്ചു. കാരണം ട്രിവാൻഡ്രത്ത് ഇത്രയും പ്രോബ്ലം ഉണ്ടായി. പിന്നെ ദുബൈയിൽ ചെന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, എല്ലാം ശരിയാവോ. പക്ഷെ ദുബൈയിൽ വന്നിട്ട് ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കും. എനിക്ക് 5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 5 മണിക്കൂർ കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളൂ ദുബൈയിൽ. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ദുബൈയിൽ ചെന്ന് എന്തായാലും വീട്ടിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അവിടെ ഇരിക്കുവാണ്. അടുത്ത 2 പണിയുണ്ട്. ഒന്ന് മൊബൈൽ ചാർജ് ചെയ്യണം, മൊബൈൽ ചാർജ് കുറഞ്ഞു പോയി. ആൻഡ് രണ്ടാമത്തെ പണി, നിങ്ങൾ വിചാരിക്കും പവർ ബാങ്ക് ഇല്ലേന്ന്, അത് എൻ്റെ ഒരു പിശുക്ക് കൊണ്ട് എനിക്ക് കിട്ടിയൊരു പണിയാണ് കേട്ടോ. ഞാൻ കുറച്ച് പിശുക്കിയാണ് ഞാൻ. അപ്പോൾ ഏട്ടാൻ്റെ കയ്യിൽ എന്തായാലും ഒരു പവർ ബാങ്ക് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് ഒരു പവർ ബാങ്കും കൂടി വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞാണ് പവർ ബാങ്ക് കൊണ്ടുപോകാൻ, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. എന്തിനാ ചുമ്മാ പൈസ കളയുന്നത് വെച്ചിട്ട്. പക്ഷെ ദുബൈയിൽ ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെ വില മനസ്സിലായി. ഞാൻ ഫസ്റ്റ് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒത്തിരി ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ, നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഒത്തിരി സ്ഥലമുണ്ട്. ആദ്യം പോയി ചെയ്തെടുത്ത് 4 പ്ലഗ് ഉണ്ട്, 4ലും എൻ്റെ മൊബൈൽ ചാർജ് ആവുന്നില്ല. തീർന്നു, എൻ്റെ കാറ്റ് പിന്നെയും പോയി. ഓക്കെ, എന്നിട്ട് ഒന്നിലും ചാർജ് ആവുന്നില്ല. ഇപ്പുറത്തെ ഒരു സായിപ്പിലിരുന്ന് ചാർജ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്ത് വേറൊരു ഗേൾ ഇരുന്ന്, സായിപ്പ് മീൻസ് യൂറോപ്യൻ, അങ്ങനെ
ഞാൻ അപ്പോൾ ഗേളിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു ഇങ്ങനെ ചാർജ് ആവുന്നുണ്ടോ, എൻ്റെ ചാർജ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഭയങ്കര പാവം സ്വീറ്റ് ആള് മാറി തന്നു, എൻ്റെ ചാർജായി ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത് ചാർജിങ് കാണിക്കുന്നുണ്ട്. ഞാൻ സന്തോഷമായി, ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ ചാർജ് കയറുന്നില്ല. 15 എന്തോ ആണ് ചാർജ് ചെയ്യാൻ ഞാൻ കുത്തിയത്, 15 തന്നെയാണ് കുത്തിയിട്ട് അത് കയറുന്നില്ലെന്നേ. പിന്നെയും ടെൻഷൻ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു പവർ ബാങ്ക് മേടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഓക്കെ ഒരെണ്ണം അല്ലല്ലോ, ഒത്തിരി എണ്ണം ഉണ്ടല്ലോ. അത്രയും നേരം എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ചെയ്യാതെ മൊബൈൽ ചാർജ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ബാത്റൂമിൽ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ വന്ന് എന്തായാലും ഭാഗ്യത്തിന് അടുത്ത ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ മൊബൈൽ ചാർജ് ആവുന്നുണ്ടായിരുന്നു. ഭാഗ്യം അവിടെ ഒരു റിക്ലൈനിങ് സീറ്റായിരുന്നു, ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ചെയറായിരുന്നു. അപ്പം എനിക്ക് നല്ലതായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റി. ആ ഒരു സമയം ഞാൻ ഇരുന്നു അവിടെ ഒരു 1 hour. ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. ഇനി റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ വണ്ടി ഓടൂലെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഞാൻ കുറേ നേരം ഇരുന്നു. മൊബൈൽ ചാർജായി ഭാഗ്യം. കുറേ നേരം ഇരുന്നു. വീട്ടിൽ മെസ്സേജ് അയച്ചു, ഏട്ടായിക്ക് മെസ്സേജ് അയച്ചു, എല്ലാവർക്കും മെസ്സേജ് അയച്ചു. ഞാൻ എയർപോർട്ടിലോട്ട് കയറിയപ്പില്ലേ ഫേസ് ഷീൽഡൊക്കെ വെച്ചു ആണ് കയറിയത്. ഒന്നാമത് ഫേസ് ഷീൽഡ് വെച്ചപ്പോൾ എൻ്റെ ചെവി കേൾക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അപ്പോൾ കയ്യറയും കൂടെ കയറ്റിയാൽ ഒരു സെൻസ് ഓർഗൻസും വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ഫേസ് ഷീൽഡും കയ്യറും എല്ലാം ഊരിക്കളഞ്ഞു. കാരണം അത്രയും ടെൻഷൻ്റെ ഇടയ്ക്ക് ഇത് മാസ്കും കയ്യറയും ഒന്നും എല്ലാം കൂടി ഒന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം മാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കയ്യറയും ഫേസ് ഷീൽഡും എല്ലാം ഊരിക്കളഞ്ഞു. ആൻഡ് അവിടെ ഒരു 1 hour ഇരുന്നതിന് ശേഷമാണ് എനിക്കൊന്നും എൻ്റെ മൊബൈലും ചാർജായി, ഞാനും ഒന്ന് റീചാർജ്ഡായി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ദുബായ് എയർപോർട്ട് അടിപൊളിയാണ് കാണണമെന്നൊക്കെ. പക്ഷേ എനിക്ക് കാണാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം കഴിഞ്ഞ് അവിടുന്ന് വെള്ളം മേടിച്ച് കുടിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എനർജി ആയി. പിന്നെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നാട്ടിൽ നിന്ന് ചെയ്താൽ വിടൂ എന്ന് ആദ്യം പറഞ്ഞ ആൾക്കാരുടെ കാര്യം അവർ പിന്നെ സമ്മതിച്ചു, പൊക്കോളാൻ പറഞ്ഞു. ശരിക്കും അത് ഫില്ല് ചെയ്യേണ്ടത് വിയറ്റ്നാം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു. ഇവിടെയായിരുന്നു അത് ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എനിക്കൊന്നും നമ്മുടെ എയർപോർട്ട് സ്റ്റാഫിന് അത് അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദുബായ് തൊട്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ദുബായിൽ ഞാൻ ഗേറ്റിൽ എൻട്രി ചെയ്യാൻ നേരത്ത് അവിടെ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഓൺലൈൻ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വിയറ്റ്നാമിൽ ചെന്നിട്ട് ലാൻഡ് ചെയ്തിട്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടത്, അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ദുബായിൽ നിന്ന് വിയറ്റ്നാമിലോട്ട് 7 hours ഫ്ലൈറ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. ഫൈനലി വിയറ്റ്നാം ലാൻഡ് ചെയ്തപ്പോൾ ആണ് എനിക്ക് വിശ്വാസമായത്, ഞാൻ എത്തി. പക്ഷേ തീർന്നില്ല, ഹസ്ബൻഡിനെ കാണാൻ പറ്റില്ല. 14 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഉള്ളത് നോർത്തിലാണ്, സൗത്തിലാണ് നമുക്ക് ക്വാറൻറ്റൈൻ കിട്ടിയത്. സോ ഞാൻ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈനിലാണ് പോകേണ്ടത് എയർപോർട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു പുറത്ത് മേ ബി പ്ലക്കാർഡ് വല്ലതും പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുമായിരിക്കും. എന്നെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ പുറത്തോട്ട് ഡിപ്പാർച്ചർ ഭയങ്കര വലുതല്ലേ, ഇതൊരു ചെറിയൊരു റൂമിൽ കൂടാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പേപ്പർ കാണിച്ചിട്ട് ഇങ്ങനെ സൂര്യലക്ഷ്മി പ്രസാദ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാണിച്ചു, സൂര്യലക്ഷ്മി പ്രസാദിൻ്റെ അവിടെ ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു യെസ്. അപ്പോൾ എന്നെ പുള്ളി എയർപോർട്ടിൻ്റെ അകത്താണ് കേട്ടോ, പുള്ളി വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്കൊരു കിറ്റ് തന്നു. അപ്പം ഞാൻ അതൊക്കെ ഇട്ടു, മറ്റേ ഫുൾ കിറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണ് എയർപോർട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇത് തരുന്നത്, സാധാരണ ആദ്യമേ അല്ലേ ഇതൊക്കെ തരേണ്ടത്, എന്തെങ്കിലും ആവട്ടെ. അപ്പം പുള്ളിയാണ് ഇതൊക്കെ തരുന്നത്. എന്നിട്ട് പുള്ളി തന്നെ എൻ്റെ പെട്ടിയൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നിട്ട് പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് പോകാൻ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പയ്യെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയപ്പം അവിടെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു റൂമിൽ കൂടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ആ റൂമിൻ്റെ സൈഡിൽ മതിലൊക്കെ ചെന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു ട്രോളി, അത്ര വെയിറ്റ് ആയതുകൊണ്ട്. അപ്പം എൻ്റെ ഈ ട്രോളി മതിലിൽ ചെന്ന് ഇടിച്ചപ്പം എനിക്ക് PPE കിറ്റ് തരുന്ന ആളില്ലേ, അയാൾ ഓടി വന്നിട്ട് എൻ്റെ ട്രോളിയൊക്കെ നേരെയാക്കി തന്നു. അപ്പം എൻ്റെ ബാഗൊക്കെ തരപ്പെട്ടു. ഇയാൾ ബാഗൊക്കെ എടുക്കുന്നു. ഞാൻ നോക്കി ഇയാൾ എന്തിനാ എൻ്റെ പിറകെ വരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പം എന്നെ ഇങ്ങനെ വരൂ എന്ന് വിളിച്ച് വരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അപ്പോൾ അവർ കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എന്നെ വിളിക്കാൻ വന്ന ആളാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇയാൾ ഇനി ക്വാറൻറ്റൈൻ സെൻറ്ററിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം കാറിൽ ഇയാൾ പെട്ടിയൊക്കെ എടുത്ത് വെച്ചു. കാറിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടായിക്ക് മെസ്സേജ് അയച്ചു ഇവർ വന്നിട്ടുണ്ട്. അപ്പം അവർ ഏജൻറ്റിന് മെസ്സേജ് അയച്ചു, നമുക്കെല്ലാം ശരിയാക്കി തന്ന ഏജൻറ്റിന് മെസ്സേജ് അയച്ചു പിക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ക്വാറൻറ്റൈൻ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ഏട്ടായി എനിക്ക് നേരത്തെ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇവിടെ എത്തി, ക്വാറൻറ്റൈൻ ഹോട്ടലിലെത്തി. ആൻഡ് ഹോട്ടലിൽ എന്നെ വിളിക്കാൻ വന്നവരും പി പി കിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു പാത്രമുണ്ട്. ഒരു പാത്രത്തിൽ ഇതെൻ്റെ റൂൾസൊക്കെ വെച്ചേക്കുന്ന ഒരു പേപ്പറായിരുന്നു. ഇതും പിന്നെ റൂമിൻ്റെ ആ കീ ഇല്ലേ, ആ കാർഡ്, അതും വെച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിലൊന്നും അവർ തരില്ല, ഒരു പേപ്പറിലാണ് വെച്ചേക്കുന്നത്. ആൻഡ് അതെടുക്കാൻ പറഞ്ഞു. പെട്ടി ലിഫ്റ്റ് വരെ അവർ എടുത്തുകൊണ്ട് തന്നു. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു ആദ്യം. ലിഫ്റ്റ് വരെ അവർ എടുത്തുകൊണ്ട് തന്നു. 4ാമത്തെ ഫ്ലോറിലാണ് പോകേണ്ടത്. പൊക്കോളാൻ പറഞ്ഞു. കുറച്ച് ലെവൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫ്ലോറും ലിഫ്റ്റും തമ്മിൽ. പെട്ടി പൊക്കിയൊക്കെ വെക്കണമായിരുന്നു. ഞാൻ പാടുപെടുന്ന കണ്ടിട്ട് അവർ എന്നെ വന്ന് പൊക്കിയൊക്കെ വെച്ച് തന്നു. അങ്ങനെ ഫൈനലി ഞാനിവിടെ എത്തി, ക്വാറൻറ്റൈൻ റൂമിൽ 402. അപ്പോൾ ഇനി 14 ദിവസത്തേക്ക് ഇവിടെയാണ്, ആരുമില്ല. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പണിയൊന്നും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണർന്നിരുന്നു. ആ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും കിട്ടിയില്ല. ഇൻ കേസ് ആരും ഉണർന്നിരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എന്താവുമായിരുന്നു എന്ന്. എയർപോർട്ട് സ്റ്റാഫ് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് എമിഗ്രേഷനിൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്നാണ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞത്, ട്രിവാൻഡ്രം എമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ. പക്ഷേ ട്രിവാൻഡ്രം എമിഗ്രേഷനിൽ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, റിട്ടേൺ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. എൻ്റെ വിസേൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് മാത്രം, പിന്നെ പാസ്പോർട്ടൊക്കെ അവർ നോക്കിയുള്ളൂ. റിട്ടേൺ ടിക്കറ്റ് ഒന്നും നോക്കിയില്ല. ടിക്കറ്റ് അങ്ങോട്ടുള്ള ടിക്കറ്റ് മാത്രമേ അവർ നോക്കിയുള്ളൂ. റിട്ടേൺ ടിക്കറ്റ് വേറെ എവിടെയും ചോദിച്ചില്ല. അറിയില്ല. ഓക്കെ, എന്തായാലും എൻ്റെ വിസ ഡിപ്പെൻഡൻറ്റ് വിസ തന്നെയാണ്. എനിക്കറിയില്ല എന്താ എമിറേറ്റ്സുകാർ അങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ നമ്മളെ അടുത്ത് പറഞ്ഞത് ഡിപ്പെൻഡൻറ്റ് വിസ ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഡിപ്പെൻഡൻറ്റ് പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ ആ ഒരു പേപ്പറിൽ വേണം എന്നാണ്. അറിയില്ല എന്താണ്, എപ്പോഴും അറിയില്ല. സോ അതാണ് സ്റ്റോറി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറയാനുള്ളത്, ചോദിക്കാനുള്ളത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുക. എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ മറക്കല്ലേ, ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചോളൂ. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. Học ăn á, mình 3-4 lớp sao ăn nổi. Đúng rồi.